25 വർഷത്തെ സേവനത്തിന് ശേഷം കുംബ്ലങ്ങിയിലെ അംഗനവാടിയിൽ നിന്ന് പടിയിറങ്ങുന്ന മേരി ചേച്ചിക്ക് ഹൃദ്യമായ യാത്രയപ്പ്. 20-ാം നമ്പർ അംഗനവാടിയിൽ പ്രവർത്തിച്ചിരുന്ന മേരി ചേച്ചിയെ യാത്രയക്കാൻ കുട്ടികളും മാതാപിതാക്കളും ജനപ്രതിനിധികളും ഒത്തുകൂടിയിരുന്നു. ഇത്രയും കാലം താൻ പരിപാലിച്ച അംഗനവാടിയെ വിട്ടുപിരിയുന്നതിന്റെ സങ്കടത്തിലായിരുന്നു മേരി ചേച്ചി. സ്നേഹോപഹാരമായി വാർഡ് മെമ്പറും അനില ടീച്ചറും ചേർന്ന് ഹെൽപ്പർ മേരി ജോസഫിനെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. കുട്ടികൾ പ്രാർത്ഥനാഗാനം ആലപിച്ചപ്പോൾ മേരി ചേച്ചിയുടെ ഉള്ളൊന്നു പിടഞ്ഞു. കണ്ണിൽ നിന്ന് കുടുകുടെ കണ്ണീർത്തുള്ളികൾ ഒഴുകി. 25 വർഷക്കാലം താൻ സ്വന്തം വീട് പോലെയും കുഞ്ഞുങ്ങളെ തന്റെ സ്വന്തം മക്കളെപ്പോലെയും കാത്തു സൂക്ഷിച്ച അംഗനവാടിയിൽ നിന്നും പടിയിറങ്ങേണ്ടി വരുന്ന നിമിഷം മേരി ചേച്ചിയെ ഏറെ വികാരഭരിതയാക്കി. സ്വന്തമായി ഒരു അംഗനവാടി ഇല്ലാതിരുന്ന കാലഘട്ടം മുതൽ പ്രദേശത്തെ കുട്ടികൾക്ക് ഒരു അമ്മയുടെ കരുതലും സ്നേഹവുമൊക്കെ പകർന്നുകൊണ്ടാണ് മേരി ചേച്ചി അംഗനവാടി ഹെൽപ്പറായി തന്റെ 25 വർഷക്കാലം പൂർത്തിയാക്കിയത്. അതുകൊണ്ടുതന്നെ അംഗനവാടിയിൽ പഠിച്ച കുട്ടികളുടെ മാതാപിതാക്കൾക്ക് തങ്ങളുടെ കുട്ടികളെ ധൈര്യത്തോടെ ഏൽപ്പിച്ചു പോകുവാൻ സാധിക്കുന്ന ഒരു അമ്മയായി തന്നെയാണ് മേരി ചേച്ചിയെ അവർ കണ്ടിരുന്നതും. അംഗനവാടി ടീച്ചറും കുട്ടികളും ജനപ്രതിനിധികളും അമ്മമാരും ചേർന്ന് മേരി ചേച്ചിയുടെ ഇനിയുള്ള ജീവിതം സന്തോഷപൂരിതമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടാണ് യാത്രയയപ്പ് നൽകിയത്. വാർഡ് മെമ്പർ അഡ്വക്കേറ്റ് മേരി ഹർഷ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ അനില ടീച്ചർ, ബ്ലോക്ക് മെമ്പർ നിത സുനിൽ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഉഷ പ്രദീപ്, ജെയ്സൺ ടി ജോസ്, ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് രേഖ, വിജി അജികുമാർ, മിനി ഉദയൻ, വിവിധ അംഗനവാടികളിലെ വർക്കേഴ്സ്, ഹെൽപ്പർമാർ, CDS മെറ്റിൽഡ ജോയ്, പോൾ കണ്ണങ്കേരി, രാജി സുബീഷ്, റിയ ബിനു എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഒരു കുട്ടിയുള്ള അമ്മ തന്നെ ഒരുപാട് വിഷമിക്കുന്നുണ്ടെങ്കിൽ 10-28 കുട്ടികള് ഒരുമിച്ച് ഒരേ സമയം നോക്കുമ്പോൾ ഇവിടെ നമ്മുടെ ടീച്ചർക്കാണെങ്കിലും നമ്മുടെ മേരി ചേച്ചിക്കാണെങ്കിലും ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. കാരണം ഒരേ സമയം 28-ഉം 30-ഉം കുട്ടികളെയാണ് നമുക്കിവിടെ നോക്കേണ്ട അവസ്ഥ വരുന്നത്. നല്ല രീതിയിൽ ഇപ്പൊ 25 വർഷമായിട്ട് നല്ലൊരു പ്രവർത്തനം കാഴ്ചവെച്ച ടീച്ചറോടൊപ്പം നിന്ന് സങ്കടത്തിലും സന്തോഷത്തിലും എല്ലാ കാര്യത്തിലും ഒപ്പം നിന്ന് മേരിക്ക് പ്രത്യേകം ആശംസ അറിയിക്കണം. അതുപോലെ കെട്ടിടമൊക്കെ നമുക്കുണ്ടായിരുന്ന പണ്ട് വലിയ കെട്ടിടം ഇല്ലാതെ ഒന്നുമില്ലാതെ വെള്ളത്തിൽ മെമ്പറുടെ മക്കളൊക്കെ പഠിച്ചത് വെള്ളത്തിലുള്ള ഒരു ഒട്ടും മൂത്രമൊഴിക്കാൻ ബാത്റൂമില്ല, കിടക്കാൻ സൗകര്യമില്ല, പഠിപ്പിക്കാനില്ല, ഒന്നുമില്ലാത്ത അങ്ങനെയുള്ള ഒരു അന്തരീക്ഷമായിരുന്നു. പിള്ളേർ ഇഷ്ടം പോലെ ഉണ്ടായി. അന്ന് 28-30 പിള്ളേരാണെന്നുള്ളത്. വാർഡ് മെമ്പറും അനില ടീച്ചറും ചേർന്ന് മേരിയെ പൊന്നാട അണിയിച്ച് സ്നേഹോപഹാരം നൽകി ആദരിച്ചു. ഇതിന് സഹായിക്കാൻ പറ്റിയതിനെ ഓർത്ത് ആദ്യം ദൈവത്തിനോട് ഞാൻ മെമ്പർമാർ, ആശുപത്രിയിലെ സിസ്റ്റർമാർ, എല്ലാ ടീച്ചർമാരും ഹെൽപ്പർമാരും എല്ലാവർക്കും എല്ലാ കുഞ്ഞുങ്ങളുടെ അമ്മമാർക്ക് വേണ്ടി എൻ്റെ ഈ സംഘടനയുടെ ഈ സംഘടനയുടെ വേണ്ടി ഞാൻ ALMC അംഗങ്ങൾ, കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ടീച്ചറും മേരി ചേച്ചിയും ഞങ്ങളുടെ മക്കളെല്ലാവരെയും, നിരഞ്ജന മാത്രം എല്ലാ മക്കളെയും സ്വന്തം മക്കളായിട്ട് തന്നെയാണ് കണ്ടേക്കുന്നത്. മോക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നോട് ഒരു ദിവസം വന്നിട്ട് പറയാണ്, അമ്മ ഇന്ന് ചോറ് വാരിത്തന്നത് മേരി ടീച്ചറാണ്. ഞാൻ ചോറിൽ കളിച്ചപ്പോൾ മേരി ടീച്ചർ എനിക്ക് ചോറ് വാരിത്തന്ന്. നാളെ ഞാൻ കളിക്കും, അപ്പം എൻ്റെ മേരി ടീച്ചർ എനിക്ക് ചോറ് വാരിത്തരുമല്ലോ എന്ന് പറഞ്ഞത് ആ വാക്ക് ഇപ്പോഴും എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. അപ്പോൾ ടീച്ചറിനാണെങ്കിലും എനിക്ക് സങ്കടം വന്നിട്ട് കുഞ്ഞുമക്കളെ സ്നേഹിക്കുകയും ഇത് വളർത്തിയെടുക്കാൻ സഹായിക്കുകയും ചെയ്ത മേരി ചേച്ചിക്ക് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കുട്ടികൾക്ക് ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? എങ്കിൽ ധൈര്യമായി തിരഞ്ഞെടുക്കാം അരൂർ ഗ്രേസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. അരൂരിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന വിദ്യാലയത്തിൽ നൂതനമായ സൗകര്യങ്ങളാണ് കുട്ടികൾക്കായി ഒരുക്കിയിരിക്കുന്നത്. കൂടാതെ CBSE സിലബസ് അനുസരിച്ചുള്ള പാഠ്യപദ്ധതിയും. കൂടുതൽ വിവരങ്ങൾക്കായി 6238443261 എന്നീ നമ്പറിൽ ബന്ധപ്പെടുക.